ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ലോക സാമ്പത്തിക ക്രമത്തിലും പിന്നെ ലോകക്രമത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് വരുന്ന വലിയ മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസർ കൂടിയായിട്ടുള്ള ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിട്ടുള്ള പ്രൊഫസർ ആർ രാംകുമാറാണ്. താങ്ക് യു സർ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. കഴിഞ്ഞ ഒരു 6-7 മാസത്തെ ലോകത്തിന്റെ ഒരു സാമ്പത്തിക ക്രമത്തിലുള്ള മാറ്റങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 2-3 ഹൈലൈറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് തന്നെ ആരും പ്രതീക്ഷിക്കാതെ ട്രംപിനെ പോലുള്ള ഒരു ഭരണാധികാരി അധികാരത്തിൽ വരുന്നു. മിക്കവാറും സർവേകൾ പറഞ്ഞ ട്രംപ് വിജയിക്കില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ തന്നെ ട്രംപ് അധികാരത്തിൽ വരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കുന്ന സീരീസ് ഓഫ് ട്രേഡ് ആക്ഷൻസ്, അതായത് ട്രേഡ് എംബാർഗോ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വലിയ ട്രേഡ് വാറുകൾ, മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും ട്രേഡ് താരിഫുകൾ കൊണ്ടുവരുന്നു. അമേരിക്ക ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നമായിട്ട് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള സംഭവത്തെ അവതരിപ്പിക്കുന്നു. അമേരിക്ക വലിയ രീതിയിൽ ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്തു. അതുകൊണ്ട് എന്താണ് അമേരിക്കയിലെ ജനങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള നറേറ്റീവുകൾ വയ്ക്കുന്നു. അപ്പൊ ഇതിനെതിരെ പൊതുവെ ഡെമോക്രാറ്റ്സ് ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം, ഇക്കണോമിക്ക് എന്തായിരുന്നു കുഴപ്പം, ദ എക്കണോമി വാസ് ഡൂയിങ് വെൽ എന്നുള്ളതാണ് അവർ ഇപ്പോഴും പറയുന്നത്. ഇപ്പോഴും അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നറേറ്റീവ് അതാണ്, ദ എക്കണോമി വാസ് ഡൂയിങ് വെൽ എന്നുള്ളത്. ആദ്യത്തെ ഒരു ചോദ്യം എന്നുള്ള ചോദിച്ചാൽ ഇതിന്റെ ഒരു ട്രംപ് അധികാരത്തിൽ വരുന്നതിനും ട്രംപ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സീരീസ് ഓഫ് പോളിസീസ് അല്ലെങ്കിൽ ട്രേഡ് ആക്ഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾക്കും ഫണ്ടമെന്റൽ ആയിട്ട് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു രണ്ട് നറേറ്റീവ്സ് വളരെ ശക്തമായിട്ടുണ്ട്. ഒന്ന്, നിയോ ലിബറലിസം നേരിടുന്ന വലിയ വെല്ലുവിളികളാണ്. നിയോ ലിബറലിസം മാത്രമല്ല, ഈവൻ ലിബറൽ ഡെമോക്രസി നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ഈ പറഞ്ഞത്. അത് കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരുന്ന നിയോ ലിബറലിസം എന്നുള്ളത് വലിയ രീതിയിൽ അമേരിക്കയെ ഡീഇൻഡസ്ട്രിയലൈസ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ഉണ്ടായിരുന്ന പ്രത്യേകിച്ചും ഓട്ടോ മാനുഫാക്ചറിങ്, സ്റ്റീൽ, അലുമിനിയം, ഷിപ്പ് ബിൽഡിംഗ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻഡസ്ട്രികൾ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുകയും അത്തരത്തിൽ ജോലികൾ നഷ്ടപ്പെട്ട ഒരു വലിയ വിഭാഗം ജനം, അങ്ങനെ ജോലികൾ നഷ്ടപ്പെട്ട വിഭാഗം ഒരു എക്കണോമിക് റിസൺമെന്റിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് സെന്റിമെന്റിന്റെ ഭാഗമായിട്ടാണ് ട്രംപിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്. ഇപ്പൊ ട്രംപിന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, നമുക്ക് ഇലക്ഷൻ റിസൾട്ട് നോക്കിയാൽ ട്രംപിന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ ഈ റസ്റ്റ് ബെൽറ്റുകളും പിന്നെ ഈ വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷനും ഒക്കെ തന്നെയാണ്. ഒരു ഭാഗത്ത് ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്യുന്നു, മറ്റൊരു ഭാഗത്ത് വലിയ രീതിയിൽ ഫിനാൻഷ്യലൈസേഷൻ, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റുകൾക്ക് കൂടുതൽ ഫോക്കസ് ഉള്ള എക്കണോമി, എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളത് വലിയ രീതിയിൽ ശക്തമാകുന്നു. അമേരിക്കയുടെ ഈ എക്സോർബിറ്റന്റ് പ്രിവിലേജ് ഓഫ് US$ ആസ് എ റിസർവ് കറൻസി വച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഫിനാൻഷ്യലൈസേഷൻ മിക്കവാറും. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ ചെയ്യുന്ന യഥാർത്ഥത്തിൽ എന്താണ് ഒളിഗാർക്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പോളിസികളാണ്. സാധാരണ വർക്കിംഗ് ക്ലാസ്സിന് അത്രത്തോളം ബെനിഫിഷ്യൽ അല്ല അത് എന്നുള്ള. അപ്പൊ ഈ ഡെമോക്രാറ്റ്സിന്റെ വാദമായിട്ടുള്ള എന്താണ്, എക്കണോമി വാസ് ഡൂയിങ് ഗുഡ് എന്നതിനെ എതിർക്കാൻ വേണ്ടി അതിനൊരു ഒരു മറുവാദം ഉള്ളതെന്ന് വെച്ചാൽ അമേരിക്ക അങ്ങനെ ഒരു it's not a single economy, it's not a monolithic economy, right? You have multiple economies in US. You have an oligarch's economy which was doing well, and then you have an aristocratic class economy, maybe like the people who are beneficiaries of the oligarch's economy, like maybe 15 to 20%. But the rest of the population, like 70% of the population, working class and the real working class of the population was suffering എന്നുള്ളതാണ് ഈ പറഞ്ഞ വാദം എന്നുള്ളത്. പ്രൊഫസർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു പ്രശ്നത്തെ, ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റീസൺസിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഇപ്പൊ നടന്നു വരുന്ന ഈ ചുങ്കയുദ്ധം, ട്രംപ് താരിഫിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ ചുങ്കയുദ്ധത്തെ രണ്ട് പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രണ്ട് പശ്ചാത്തലങ്ങളും ഷോർട്ട് ടേം ആയിട്ടുള്ള ഹ്രസ്വകാലത്തിലുള്ള പശ്ചാത്തലങ്ങളല്ല, കുറച്ച് മധ്യകാല അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പശ്ചാത്തലങ്ങളാണ് ഇതിന് പ്രേരകമായിട്ട് വന്നിട്ടുള്ളത്. ഒന്ന്, ചുങ്കങ്ങളെയും അല്ലെങ്കിൽ വ്യാപാരങ്ങളെയും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ട്രേഡ് ആൻഡ് താരിഫ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതില് 90കളുടെ തുടക്കത്തില് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് ടങ്കൽ ഡ്രാഫ്റ്റ്. അതായത് ഓഥർ ടങ്കൽ എന്ന ഒരു ഉദ്യോഗസ്ഥൻ ഗാറ്റിന് വേണ്ടിയിട്ട്, ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫിന് സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഡ്രാഫ്റ്റ് ഉടമ്പടിയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. ഇന്ത്യ അത് സൈൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ചകൾ നടന്നു. മറ്റു രാജ്യങ്ങളിലും അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ്
1994 ഗാറ്റ് എഗ്രിമെന്റ് സൈൻ ചെയ്യുകയും 1995 മുതൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന നിലവിൽ വരുന്നത്. WTO എന്നാണല്ലോ നമ്മൾ അതിനെ വിളിക്കാറ്. അപ്പോ ഈ 1990കളുടെ തുടക്കം മുതൽ വികസ്വര രാജ്യങ്ങളിലെ ഈ കരാറിനെ എതിർത്തിരുന്ന മാർക്സിസ്റ്റുകളോടും ഇടതുപക്ഷക്കാരോടുമൊക്കെ വലതുപക്ഷക്കാരും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഏജൻസികളും വേൾഡ് ബാങ്കും IMFും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതി, നിങ്ങൾ ഈ തുറന്ന വ്യാപാര എഗ്രിമെന്റിൽ, ഉടമ്പടിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ വലിയ ഗുണങ്ങൾ നിങ്ങളുടെ എക്കണോമിക്ക് ഉണ്ടാവും, നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ആഗോള വിപണി, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിലെ വലിയ വിപണികൾ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടും. അപ്പോൾ നിങ്ങളുടെ കർഷകർക്ക് കൂടുതൽ വരുമാനം കിട്ടും, നിങ്ങളുടെ ഉൽപ്പാദകർക്ക് കൂടുതൽ വരുമാനം കിട്ടും, നിങ്ങൾക്ക് ഒരു കയറ്റുമതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് ശക്തിയായിട്ട് വളരാനായിട്ട് നിങ്ങൾക്കിത് സഹായകമാകും. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇത് ഒപ്പിടണം എന്ന രൂപത്തിലുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ഞങ്ങളൊക്കെ കേട്ട് വളർന്നത് ഞങ്ങളുടെയൊക്കെ സ്റ്റുഡന്റ് ലൈഫിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉടമ്പടികൾ സൈൻ ചെയ്യപ്പെട്ടത്. ഏകദേശം 120ഓളം രാജ്യങ്ങൾ അന്ന് സൈൻ ചെയ്തു. പിന്നീട് ചൈനയൊക്കെ 10 വർഷം കഴിഞ്ഞിട്ട് ചൈനയൊക്കെ സൈൻ ചെയ്തു. അങ്ങനെ അത് തുടർന്നു പോയി. പക്ഷേ 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു വന്ന പ്രശ്നം. വികസിത രാജ്യങ്ങൾ പറഞ്ഞിരുന്നത് അവരുടെ ചുങ്കങ്ങൾ കുറയ്ക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ചുങ്കങ്ങളുടെ കുറയ്ക്കലും വികസിത രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. മാത്രമല്ല, അവരുടെ നിലവിലിരുന്ന പല ചുങ്കങ്ങളെയും അവര് പേര് മാറ്റി പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുകയും അത് പഴയ രൂപത്തിലുള്ള ചുങ്കങ്ങളല്ല എന്ന് വാദിക്കുകയും ചെയ്തിരുന്ന ഒരവസ്ഥയും ഉണ്ടായി. ഉദാഹരണത്തിന് ആംബർ ബോക്സ്, ബ്ലൂ ബോക്സ് എന്ന് പറയുന്ന സബ്സിഡികളിൽ നിന്ന് മാറി അവര് പൂർണ്ണമായിട്ട് ഗ്രീൻ ബോക്സ് സബ്സിഡികളിലേക്ക് മാറി എന്നൊക്കെ അവര് വാദങ്ങൾ ഉന്നയിക്കുകയും, പക്ഷെ ഫലത്തിൽ അവരുടെ ചുങ്കങ്ങൾ ഉയർന്നു തന്നെ നിൽക്കുകയും ചെയ്തു. അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ചുങ്കേതരമായിട്ടുള്ള തടസ്സങ്ങളും അവർ ഉയർത്തിക്കൊണ്ടേയിരുന്നു. നോൺ താരിഫ് ബാരിയേഴ്സ്, ചുങ്കേതരമായിട്ടുള്ള വ്യാപാര തടസ്സങ്ങൾ അവർ നിരന്തരമായിട്ട് ഉയർത്തിക്കൊണ്ടിരുന്നു. ഉദാഹരണത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പെസ്റ്റിസൈഡ് റെസിഡ്യൂവിന്റെ ഒരു അംശം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരത് തള്ളിക്കളയുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് അത് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള നിയമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നതെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവർക്കും അറിയാവുന്നത് അതൊരു ചുങ്കേതര തടസ്സമായിട്ട്, വ്യാപാരത്തിനുള്ള തടസ്സമായിട്ട് അവർ കൊണ്ടുവന്ന സംഗതിയാണെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള താരിഫ് ബാരിയേഴ്സും നോൺ താരിഫ് ബാരിയേഴ്സും പല രൂപത്തിലും നിലനിന്നതിന്റെ ഭാഗമായിട്ട് വികസ്വര രാജ്യങ്ങൾക്ക് അവരുടെ കയറ്റുമതി ഈ വികസിത രാജ്യങ്ങളിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ വളർത്താനായിട്ട് സാധിച്ചില്ല. അപ്പൊ പഴയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ നിന്നു. അതേസമയം ഈ വികസ്വര രാജ്യങ്ങളാകട്ടെ അവരുടെ ചുങ്കങ്ങൾ കുറയ്ക്കുകയും ചെയ്തു. പലപ്പോഴും രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്തി കാണിച്ചുകൊണ്ട് അവരുടെ ചുങ്കങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നടന്നൊരു പ്രശ്നം, ഈ വികസിത രാജ്യങ്ങളുടെ കയറ്റുമതികൾ അവരുടെ ഉൽപ്പന്നങ്ങള്, വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും വികസ്വര രാജ്യങ്ങളുടെ ആഭ്യന്തര വിപണികളിലേക്ക് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥിതിയും നിലവിലുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് വികസ്വര രാജ്യങ്ങളില് വിലകൾ ഇടിഞ്ഞു. അവിടുത്തെ കർഷകര്, അവിടുത്തെ ചെറുകിട ഉൽപാദകര് അവരൊക്കെ വലിയ പ്രതിസന്ധിയിലായി. അപ്പൊ ഇതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് 21ാം നൂറ്റാണ്ടാകുമ്പോൾ വരിക. അങ്ങനെ ആണ് വികസ്വര രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, ബ്രസീൽ, ഇവരെല്ലാം കൂടി ഒത്തുകൂടിയിട്ട് പലപ്പോഴും മറ്റു രാജ്യങ്ങളെയും കൂട്ടിയിട്ട് ഈ ദോഹ ഡെവലപ്മെന്റ് റൗണ്ട്, WTOയുടെ ദോഹ റൗണ്ട് നെഗോസിയേഷൻസ് ഒക്കെ നടക്കുമ്പോൾ അതിൽ അവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ ഇനി നിങ്ങളുടെ ചുങ്കങ്ങൾ കുറയ്ക്കുകയും നിങ്ങളുടെ ചുങ്കേതര തടസ്സങ്ങൾ നീക്കുകയും ചെയ്യാതെ ഞങ്ങള് WTOയിലേക്ക് ഇനി പുതിയ ഉടമ്പടികളിലേക്ക് പോകാനായിട്ട് കഴിയില്ല എന്ന് ഒരു ശക്തമായിട്ടുള്ള ഒരു നിലപാട് വികസ്വര രാജ്യങ്ങൾ എടുക്കുകയുണ്ടായി. അത് ഇന്ത്യ, ചൈന, ബ്രസീൽ എല്ലാവരും ഒരുമിച്ച് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അതിന്റെ ഭാഗമായിട്ട് ദോഹ ഡെവലപ്മെന്റ് റൗണ്ടിന്റെ ചർച്ചകൾ പരാജയപ്പെടുകയും WTO എന്ന് പറയുന്നത് ഒരു സ്റ്റീൽമേറ്റ് അല്ലെങ്കിൽ ഒരു ഡെഡ് എൻഡിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോ WTO കൊണ്ട് അല്ലെങ്കിൽ WTO മൂലം വലിയ ഗുണങ്ങൾ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് വികസിത രാജ്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് WTOയെ
പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നത് അത്രയും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി വേണ്ടത് പുതിയൊരു സ്ട്രാറ്റജിയാണ് എന്ന രൂപത്തില് ബൈലാറ്ററൽ ഫ്രീ ട്രേഡ് ട്രീറ്റീസ്, അതായത് രണ്ട് രാജ്യങ്ങൾ മാത്രം ഒപ്പിടുന്ന തുറന്ന വ്യാപാര കരാർ എന്ന ഒരു സമ്പ്രദായത്തിലേക്ക് അവർ മാറാൻ ശ്രമിക്കുന്നു. അതുപോലെ കൂടുതൽ റീജിയണൽ ആയിട്ടുള്ള ട്രേഡ് എഗ്രിമെന്റുകളിലേക്കും അവർ പോകാനായിട്ട് ശ്രമിക്കുന്നു. ഈ റീജിയണൽ ആയിട്ടുള്ള എഗ്രിമെന്റുകൾ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോംപ്രിഹെൻസീവ് പസഫിക് ട്രേഡ് ട്രീറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു ട്രീറ്റി വരുന്നത്. അതുപോലെ ആസിയാൻ ട്രീറ്റി വരുന്നത്, പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് വന്നിട്ടുള്ള RCEP എന്നുള്ള ട്രീറ്റി വരുന്നത്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പുതിയ WTO എന്താ പറയുക, ഒരു വിജയത്തിലേക്ക് പോകുന്നില്ല, WTO കാരണം നമുക്കൊരു ഗുണം ഉണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങളും അർദ്ധവികസിത രാജ്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് ഇത്തരത്തിലുള്ള ട്രീറ്റികളിലേക്ക് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ India-US ഫ്രീ ട്രേഡ് ട്രീറ്റി, India-UK ഫ്രീ ട്രേഡ് ട്രീറ്റി, അതിപ്പോ പോച്ചു കഴിഞ്ഞു. India-EU ഫ്രീ ട്രേഡ് ട്രീറ്റി, ഇങ്ങനെയുള്ള ട്രീറ്റികളിലേക്ക് പോകും. അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒറ്റയ്ക്ക് ചർച്ച നടക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ബാർഗൈനിങ് ഈ വികസിത രാജ്യങ്ങൾക്ക് നടത്താനായിട്ട് കഴിയും എന്ന് അവർ തിരിച്ചറിയാണ്. കുറച്ചുകൂടി ഭീഷണിപ്പെടുത്താം, കുറച്ചുകൂടി സ്റ്റിക്സ് ആൻഡ് ക്യാരറ്റ്സ് ഉപയോഗിക്കാം. അതിന്റെ ഭാഗമായിട്ട് വികസിത രാജ്യങ്ങളുടെ ഇപ്പുറത്തൊക്കെയുള്ള ഈ വികസ്വര രാജ്യങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സിൽ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കൊടുക്കാം. അവരുടെ പേറ്റൻസും അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും ഒക്കെ മെച്ചപ്പെട്ട രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും ഒക്കെ വലിയ രൂപത്തില് ബാർഗൈനിങ്ങിൽ വരുന്ന ഒരു സ്ഥിതിയും നമ്മൾ കാണുന്നു. അപ്പോ അവർക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റികളായിരുന്നു കുറച്ചുകൂടി താല്പര്യം ഈ കഴിഞ്ഞ ഒരു 20 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. അപ്പോ ബേസിക്കലി നമ്മളിതിനെ സൈദ്ധാന്തികമായിട്ട് വിലയിരുത്തുമ്പോൾ ആഗോള മുതലാളിത്തം ഈ WTOക്ക് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തില് അവർ നേരിട്ടിട്ടുള്ള അവരുടെ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ അവിടുന്ന് അങ്ങോട്ടുള്ള കൂടുതലായിട്ടുള്ള ചൂഷണത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ, ആഗോള സമ്പദ് വ്യവസ്ഥ നിർമ്മിക്കുന്നതിൽ വന്ന തടസ്സങ്ങൾ, അത് WTOയുടെ പരാജയത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. പലരും പറയുന്നു WTO ഇസ് ഡെഡ്, ലോങ് ലിവ് WTO എന്ന തരത്തിലുള്ള അനാലിസിസ് വരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലാഭത്തിന് വേണ്ടിയുള്ള ലോക മാർക്കറ്റ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ സ്ട്രാറ്റജികൾ ആഗോള മുതലാളിത്തത്തെ എഴുതുന്നതിന്റെ ഭാഗമായിട്ട് വേണം നമുക്ക് ഇത്തരത്തിലുള്ള മൾട്ടിലാറ്ററൽ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റികളിൽ നിന്ന് ബൈലാറ്ററൽ ആയിട്ടുള്ള ഫ്രീ ട്രേഡ് ട്രീറ്റികളിലേക്ക് മാറുന്ന ആ പ്രതിഭാസത്തെ വിലയിരുത്താൻ. അതാണ് ഇപ്പൊ ഇന്ത്യയും US തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈലാറ്ററൽ ആയിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലം. ഇനി രണ്ടാമതൊരു പ്രധാനപ്പെട്ട പശ്ചാത്തലം എന്ന് പറയുന്നത് US തന്നെ ഒരു ഇക്കണോമിക് ഡിക്ലൈൻ ആണ്. US കഴിഞ്ഞ ഒരു 30 വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഒരു റിലേറ്റീവ് ഡിക്ലൈൻ US ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്. US ഇക്കോണമിയുടെ വേൾഡ് ഇക്കോണമിക്ക് മേലുള്ള ഒരു പിടി അല്ലെങ്കിൽ ഒരു ഗ്രിപ്പ് കാര്യമായിട്ട് തന്നെ ലൂസൻ ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ US GDP, അമേരിക്കയുടെ GDP ലോക GDPയുടെ എത്ര ശതമാനമാണ് സംഭാവന ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാല്, ലെറ്റ്സ് സേ ഒരു 2000 ആണ്ടിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാല് അതിന് മുമ്പുണ്ടായിരുന്ന GDP ഷെയറിനേക്കാൾ കാര്യമായിട്ട് ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്ത് ലോക GDPയുടെ ഏകദേശം 40% സംഭാവന ചെയ്തിരുന്നത് അമേരിക്കൻ GDP ആയിരുന്നു. പക്ഷേ ഇന്ന് 2024 കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 24% ചുരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ PPP അടിസ്ഥാനത്തിൽ, പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഈ 26% പോലും ഇല്ല, ഒരു 15% ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് താരതമ്യേന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ തന്നെ സാമ്പത്തിക നയങ്ങളിലെ മാറ്റങ്ങളുടെ ഭാഗമായിട്ട്, യൂറോപ്പിലെ സാമ്പത്തിക നയങ്ങളുടെ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വലിയ രൂപത്തിലുള്ള വ്യവസായങ്ങളുടെയും അതുപോലെ തന്നെ ഉൽപാദനത്തിന്റെയും ആഗോളവൽക്കരണമാണ്. ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഓട്ടോമേഷൻ. ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഓഫ്ഷോറിംഗ്. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ സമ്പ്രദായങ്ങൾ, ഉൽപാദനത്തെ കുറഞ്ഞ കൂലി നൽകി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ചൈന, ബംഗ്ലാദേശ്, വിയറ്റ്നാം, ചെറിയൊരു രൂപത്തിൽ ഇന്ത്യ, ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് അവരുടെ ഉൽപാദനത്തെ പറിച്ചു നട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരു പുതിയ തിരിച്ചറിവ് അവർക്കുണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ നിന്നൊക്കെ വലിയ രൂപത്തിൽ
വ്യവസായ ഉൽപാദനം ചൈനയിലേക്കൊക്കെ മാറ്റി നടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ചൈനയും ലോക വ്യാപാര കരാറിൽ ഒപ്പിടുകയും അങ്ങനെ അവരുടെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഒരു പുതിയ രൂപത്തിൽ അവർ ആരംഭിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു വലിയൊരു ബെനിഫിഷ്യറി ചൈനയായിട്ട് വരികയാണ് മറ്റൊരു വശത്ത്. അതിന്റെ ഭാഗമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെ മാനുഫാക്ചറിങ് സെക്ടർ, വ്യവസായ ഉൽപാദന മേഖല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഒരു 20 വർഷമായിട്ട് വലിയ രൂപത്തിലുള്ള തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ ഉൽപാദനം കുറയുന്നു, വ്യവസായ മേഖലയിലെ തൊഴിലുകളുടെ ക്രിയേഷൻ, ഉൽപാദനം കുറയുന്നു, അങ്ങനെ വലിയ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നു. അങ്ങനെ പുതിയ ക്രൈസിസ് അമേരിക്കൻ സമ്പദ്ഘടനയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു സ്ഥിതിയും കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു സംഗതിയാണ് ഈസ്റ്റ്മാൻ കൊഡാക് കമ്പനി. ന്യൂയോർക്ക് പ്രവിശ്യയ്ക്ക് പുറത്ത് റോച്ചസ്റ്റർ എന്ന പറയുന്ന സ്ഥലത്തായിരുന്നു ഈസ്റ്റ്മാൻ കൊഡാക് കമ്പനി ലിമിറ്റഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഉൽപാദന കേന്ദ്രം ഉണ്ടായിരുന്നത്. അവിടുത്തെ ഒരു നഗരം തന്നെ ഈസ്റ്റ്മാൻ കൊഡാക് കമ്പനിയെ ബേസ് ചെയ്തിട്ടാണ് നിലവിലുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് എപ്പോഴോ, കഴിഞ്ഞ 30 വർഷത്തിൽ എപ്പോഴോ ഇപ്പുറത്തു നിന്ന്, കിഴക്കൻ മേഖലയിൽ നിന്ന് ഫുജി ഫിലിം എന്ന കമ്പനി വരികയും ഡിജിറ്റൽ റെവല്യൂഷന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗെയിംസ് ഒക്കെ, നേട്ടങ്ങളൊക്കെ അവർ നേടിയെടുക്കുകയും ചെയ്യപ്പോൾ കൊഡാക് കമ്പനി പിന്നോട്ട് പോവുകയും മെല്ലെ മെല്ലെ അത് ഏകദേശം അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തുകയും ഇപ്പോൾ കൈമാറ്റം ചെയ്യപ്പെട്ട് മറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലൊക്കെ എത്തിയിട്ടുള്ള കമ്പനിയാണ് ഈസ്റ്റ്മാൻ കൊഡാക്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് റോച്ചസ്റ്റർ മേഖലയിൽ മുഴുവൻ നിലനിന്നിരുന്ന തൊഴിലിന്റെ വലിയൊരു സ്രോതസ് അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇതുപോലെ തന്നെയാണ് ഡെട്രോയിറ്റിലെ പല സിറ്റികളിലും നമ്മൾ പ്രേത നഗരങ്ങൾ, ഗോസ്റ്റ് സിറ്റീസ് ആണ് ഇപ്പോൾ ഉള്ളത് എന്ന രൂപത്തിൽ പല അനാലിസിസ് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം ഇത്തരത്തിലുള്ള വ്യവസായങ്ങളുടെ ചൈന പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള പറിച്ചുനടൽ ആണ്. ആപ്പിൾ അടക്കം നമുക്കറിയാം ഒരുപാട് ഐഫോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം അവർ ചൈനയിലേക്ക് മാറ്റുന്ന സ്ഥിതി നമ്മൾ കണ്ടതാണ്. അപ്പോ ഏകദേശം 2000 നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ വ്യവസായ ഉൽപാദനത്തിന്റെ ഒരു 30% മാത്രമേ ചൈന ഉൽപ്പാദിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അവിടുന്ന് മാറി അമേരിക്കയുടെ വ്യവസായ ഉൽപാദനത്തിന്റെ ഇരട്ടിയിലധികം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ചൈന മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് ചൈനയുടെ വലിയ രൂപത്തിലുള്ള ഒരു പുതിയ ഇക്കണോമിക് സൂപ്പർ പവർ എന്ന രൂപത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് കാണുന്നത്. അതൊരു രണ്ടാമതൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ഇതിന്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് വലിയ രൂപത്തിൽ ഉയരുകയാണ്. അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഏകദേശം 2000 ആണ്ടിൽ ഏകദേശം $450 ബില്യൺ ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് ഏകദേശം 1.5 ട്രില്യൺ ആയിട്ട് വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഓവറോൾ ട്രേഡ് ഡെഫിസിറ്റ് ഇങ്ങനെ വ്യാപാര കമ്മി ഇങ്ങനെ വർദ്ധിക്കുന്നത് പ്രധാനമായിട്ട് ചൈനയുമായിട്ടുള്ള വ്യാപാര കമ്മി വർദ്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അമേരിക്കയിൽ ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് കൂടി മുമ്പോട്ട് വരികയാണ്. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ്ഘടനയുടെ ദൗർബല്യത്തിന്റെ ഒരു ചിഹ്നമാണ്, ഒരു ഇൻഡിക്കേഷൻ ആണെന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഒരുപാട് അവിടെ കടന്നു വരുന്നു. അതോടൊപ്പം തന്നെയാണ് US എക്കോണമിയിൽ ഉൽപാദനക്ഷമത, പ്രൊഡക്ടിവിറ്റിയുടെ വലിയ രൂപത്തിലുള്ള കുറവ് ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഓട്ടോമേഷന്റെ ഭാഗമായിട്ടുള്ള തൊഴിൽ നഷ്ടം, ഇത്തരത്തിലുള്ള ഓഫ് ഷോറിങ്ങിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള തൊഴിൽ നഷ്ടം, ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള തൊഴിൽ നഷ്ടം, ഇതിന്റെ ഒക്കെ ഫലമായിട്ട് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. മാത്രമല്ല പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതൊക്കെ നിൽക്കുന്നു. മാത്രമല്ല കൂലി നിരക്കുകൾ വർദ്ധിക്കുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നു. അപ്പോൾ റിയൽ വേജസ്, അതായത് പണപ്പെരുപ്പം കിഴിച്ചതിന് ശേഷമുള്ള യഥാർത്ഥ കൂലി നിരക്കുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കണക്ക് 1960കളിൽ എത്രയായിരുന്നു ഈ യഥാർത്ഥ കൂലി, അതിനേക്കാളും കുറവാണ് 2024 അമേരിക്കയിലെ ഒരു ശരാശരി തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി എന്ന് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് ഒക്കെ കണക്കാക്കിയിട്ടുണ്ട്. അപ്പൊ അതും വലിയ രൂപത്തിലുള്ള ആഭ്യന്തര രംഗത്ത് വലിയ രോഷങ്ങൾക്കും വലിയ രൂപത്തിലുള്ള അജിറ്റേഷൻസിനും ഒക്കെ അത് അമേരിക്കയുടെ വ്യവസായ മേഖലയിൽ വഴിവെച്ചിട്ടുണ്ട്. WTOയുടെ പരാജയം, അതുപോലെ WTO ഉപയോഗിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ്, അത് ബൈലാറ്ററൽ ചർച്ചകളിലേക്ക് മാറണം എന്ന ഒരു തീരുമാനം. 1. 2. ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള ദൗർബല്യങ്ങൾ, ചൈനയുടെ ഉയർച്ച, അതിന്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള തൊഴിലില്ലായ്മയുടെ പ്രശ്നം, കൂലിക്കുറവിന്റെ പ്രശ്നം, ഇതെല്ലാം ഏറ്റവും മനോഹരമായിട്ട് മനസ്സിലാക്കി ഇത് രാഷ്ട്രീയപരമായിട്ട് തനിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ സമർത്ഥനായിട്ടുള്ള
ഒരു ബിസിനസ്സുകാരനും പിന്നീട് രാഷ്ട്രീയക്കാരനുമായിട്ട് വന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ വികസിത രാജ്യങ്ങൾക്കുള്ളിൽ, വികസിത മുതലാളിത്ത രാജ്യങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള അവര് തന്നെ വേണമെന്ന് ഏറെക്കാലമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിത്തത്തിന്റെയും ആഗോള മുതലാളിത്തത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും ഒക്കെ ഒരു വളർച്ച, അത് അവരുടെ തന്നെ ഉൽപാദന മേഖലയുടെ പല ഭാഗങ്ങളെയും ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ട് അവിടങ്ങളിൽ തന്നെ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു ഉദയം നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ ഒരു എമർജൻസ് പണ്ടേ ഉള്ളതാണ്, പക്ഷെ വളരെ ശക്തിയോടുകൂടി, വളരെ പുതിയൊരു ഒരു കരുത്തോടുകൂടി ഈ വലതുപക്ഷ രാഷ്ട്രീയം വളർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് റൈറ്റ് വിങ് പോപ്പുലിസം എന്ന് ചിലർ വിളിക്കുന്ന, വലതുപക്ഷ പോപ്പുലിസം എന്ന് വിളിക്കുന്ന, മറ്റു ചിലര് നിയോ ഫാസിസം എന്ന് തന്നെ വിളിക്കുന്ന രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വളർന്നു വരുന്നു. മറ്റു രാജ്യങ്ങളിലും ഇത് ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു നരേന്ദ്രമോദി ഉണ്ട്, അതുപോലെ തന്നെ ടർക്കിയിൽ ഒരു എർദോഗാൻ ഉണ്ട്, ഹംഗറിയിൽ ഒരു വിക്ടർ ഓർബാൻ ഉണ്ട്, ഇങ്ങനെ പല, ബ്രസീലിൽ ഹെയർ ബോൾസനാരോ വന്നു, ഇപ്പോ അർജന്റീനയിൽ മിലി ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വലതുപക്ഷ പോപ്പുലിസം ഉയർത്തിപ്പിടിക്കുന്ന വലതുപക്ഷ ഭരണാധികാരികൾ പല രാജ്യങ്ങളിലായിട്ട് വരികയാണ്. ഈ പൊളിറ്റിക്സ് ആണ് ഈ ട്രംപിന്റെ ഉദയത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ട് നമ്മൾ കാണേണ്ടത്. ഈ റൈറ്റ് വിങ് പോപ്പുലിസം അല്ലെങ്കിൽ വലതുപക്ഷ പോപ്പുലിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് എപ്പോഴും ഞങ്ങള് പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ്, ഇവിടുത്തെ പണക്കാർക്കെതിരെ അല്ലെങ്കിൽ എലീറ്റിന്റെ എതിരെ ഒരു ആന്റി എലീറ്റ് ആൻഡ് പ്രോ പുവർ ആയിട്ടുള്ള നിലപാട് എടുക്കുന്ന രാഷ്ട്രീയക്കാരാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിൽ വളരെ മിടുക്കന്മാരാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാര്. അപ്പൊ ട്രംപ് നമ്മൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാല് ട്രംപ് ഒരു ബിസിനസ്സുകാരനാണെന്നൊക്കെ നമ്മൾ ഒരു വശത്ത് മനസ്സിലാക്കുമ്പോഴും ട്രംപ് എപ്പോഴും സംസാരിക്കുന്നത് അമേരിക്കയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് അതിന്റെ ഒരു അണ്ടർലൈൻ ടോൺ നമുക്ക് കാണാം. അമേരിക്കയിലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ റസ്റ്റ് ബെൽറ്റിലെ കർഷകർക്ക് വേണ്ടി ട്രംപ് സംസാരിക്കുന്നു, തൊഴിൽ നഷ്ടപ്പെടുന്ന ഡെട്രോയിറ്റിലെ തൊഴിലാളിക്ക് വേണ്ടി സംസാരിക്കുന്നു, അവിടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വലിയ സപ്പോർട്ട് കിട്ടുന്നു. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് വളരെ വിജയകരമായിട്ട് ഈ ആഗോളവൽക്കരണത്തിന് എതിരായി ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സെന്റിമെന്റിനെ വളരെ സമർത്ഥമായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ ഉയർന്നു വരുന്നു. അവര് അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയോട് ചേർന്നാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നരേന്ദ്രമോദി ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റു സ്ഥലങ്ങളിൽ ചെയ്യുന്ന പോലെ ഒരു ബാഹ്യ ശത്രുവിനെ കണ്ടെത്തുന്നവരാണ് ഇവര്. ഈ ബാഹ്യ ശത്രു എന്ന് പറയുന്നത് ആഭ്യന്തരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ആഭ്യന്തരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ കയ്യിൽ നിന്ന് പോകാത്ത രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ട് ബാഹ്യ ശത്രുവിനെ കണ്ടെത്തും. അപ്പൊ ട്രംപ് പറയുന്നു അമേരിക്കയിൽ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണം മെക്സിക്കോയിൽ നിന്നുള്ള തൊഴിലാളികൾ ഇങ്ങോട്ട്, കുടിയേറ്റ തൊഴിലാളികൾ ഇങ്ങോട്ട് വരുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഇന്ത്യയിൽ ഇതേ സംഗതി തന്നെ കാണാം. തൊഴിലില്ലായ്മയ്ക്ക് കാരണം ബംഗ്ലാദേശിൽ നിന്നുള്ള ബംഗ്ലാദേശികൾ വരുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ തൊഴിൽ നഷ്ടപ്പെടുന്നതെന്ന് പറയുന്നു. ഇങ്ങനെ പലരും ഒരു ബാഹ്യ ശത്രുവിനെ കണ്ടെത്താനായിട്ട് അവർ ഒരു വലിയ തത്രപ്പാടിലാണ്. പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുബുദ്ധിയാണ് എന്ന് വേണം ഞാൻ പറയും. അപ്പോ ശരിയായിട്ടുള്ള പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യാതെ ഒരു വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള ഒരു ബാഹ്യ പ്രശ്നത്തെ കണ്ടെത്തുകയും എല്ലാ അറ്റൻഷനും അതിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുക. ഇതാണ് വലതുപക്ഷ ശക്തികളുടെ പ്രധാനമായിട്ട് ചെയ്തു വരുന്ന ഒരു സ്ട്രാറ്റജി. അത് തന്നെയാണ് ട്രംപും അമേരിക്കയിൽ ചെയ്തു വരുന്നത്. ചൈന വലിയ താരിഫ് വെച്ചിരിക്കുന്നു, ഇന്ത്യ ഒരു താരിഫ് കിങ് ആണ്, അതുകൊണ്ടാണ് അമേരിക്കയിലെ ഉൽപാദനം ഇത്രയും ഇടിഞ്ഞു പോയത് എന്ന് ട്രംപ് പറയുമ്പോൾ, അമേരിക്കൻ മുതലാളിത്തത്തിന്റെ തന്നെ ചരിത്രത്തിൽ വന്നിട്ടുള്ള ഗ്ലോബലൈസേഷനും അതുപോലെ ഓട്ടോമേഷനും അതുപോലെ തന്നെ ഓഫ് ഷോറിങ്ങും ഇതിനെയൊക്കെ ട്രംപ് മനോഹരമായിട്ട് മറച്ചു പിടിക്കുക. അതൊന്നും ചർച്ചയിൽ വരുന്നേയില്ല. അപ്പൊ ഇന്ത്യക്കാർ കുഴപ്പക്കാരാണ്, ചൈനക്കാർ കുഴപ്പക്കാരാണ്, മെക്സിക്കോക്കാർ കുഴപ്പക്കാരാണ് എന്ന രീതിയിൽ ചർച്ച വഴിതിരിച്ചു വിടാൻ ട്രംപിന് കഴിയുന്നു. അതാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിജയം. അതാണ് വലതുപക്ഷ പോപ്പുലിസത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് നമ്മൾ കാണും. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് മാത്രമല്ല, ഇവര് ആന്റി എൻവയൺമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവര് ക്ലൈമറ്റ് ചേഞ്ച് ഡിനയേഴ്സ് ആണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാര്. അപ്പോൾ IPCC നിന്നൊക്കെ അമേരിക്ക പുറത്തേക്ക് വരണം എന്ന് അവർ വാദിക്കും. അവർ ആന്റി സയൻസ് ആണ്,
ആന്റി വാക്സേഴ്സ് ആണ് അവർ പലരും. അപ്പോൾ വാക്സിനെതിരെ നിലപാടെടുക്കുന്നു. ഇപ്പൊ റോബർട്ട് കെനഡി ഹെൽത്ത് സെക്രട്ടറി ആയിട്ട് വന്നതോട് കൂടിയിട്ട് വാക്സിനുകൾക്കെതിരെ ഒരു വലിയ നിലപാട് അമേരിക്കൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അത്തരത്തിലുള്ള സയൻസിനും വാക്സിൻസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെ പിഴിയാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നു. ഇതുപോലെ തന്നെ അപ്പൊ ഒരു ന്യൂ നാഷണലിസം അല്ലെങ്കിൽ ഒരു അൾട്രാ നാഷണലിസം അല്ലെങ്കിൽ നിയോ നാഷണലിസത്തിന്റെ ഒരു പുതിയ രൂപമായിട്ട് ഇത് വളർന്നു വരുന്നു. അങ്ങനെയാണ് ഈ പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന ഒരു ഇൻവേർഡ് ലുക്കിംഗ് ആയിട്ടുള്ള അകത്തേക്ക് നോക്കുന്ന ഒരു ഇക്കണോമിക് ഐഡിയോളജി അതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്നത്. നേറ്റിവിസം അതിന്റെ ഭാഗമാണ്. ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു എത്നോസെൻട്രിസം അതിന്റെ ഒരു ഭാഗമാണ്. ആന്റി എൻവയോൺമെന്റിസം അതിന്റെ ഭാഗമാണ്. ആന്റി സയൻസ് അതിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ ട്രംപിന്റെ ഈ പുതിയ സാമ്പത്തിക നിലപാടിനെ വിലയിരുത്താൻ. രണ്ട് പശ്ചാത്തലങ്ങളുണ്ട്. ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ ആവിർഭാവമുണ്ട്. ഈ ഒരു പൊതു വിശകലന രീതി ഉപയോഗിച്ച് വേണം ഇതിനെ വിലയിരുത്താൻ. ട്രംപ് ഒരു പ്രാന്തനാണോ അല്ലയോ എന്നുള്ളത് ഇവിടെ ഒരു വിഷയമാകരുത്.